നമസ്കാരം. ഇന്ന് ഞാനിവിടെ പ്രവചിക്കാൻ പോകുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസത്തിലെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. 13/2/2025 മുതൽ 14/3/2025 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനമാണ്. സർക്കാർ ജോലിക്ക് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റ് ഓർഡറിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉടനെ ലഭിക്കുന്നതാണ്. സാധാരണക്കാർക്ക്, അതായത് നിത്യവേതനം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്ത് തൊഴിലവസരങ്ങൾ കുറവാണെങ്കിൽ മറ്റുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ ജോലിക്ക് ശ്രമിക്കേണ്ടതാണ്. അശ്വതി നക്ഷത്രത്തിൻ്റെ പ്രവചനം അങ്ങനെയാണ് കാണുന്നത്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ കല്യാണ നിശ്ചയം നടത്തുകയും ഉടനെ തന്നെ വിവാഹം നടത്തുകയും ചെയ്യാൻ സാധിക്കുന്നു. അശ്വതി നക്ഷത്രക്കാർ വിചാരിക്കുന്ന കാര്യം ഏറെക്കുറെ എല്ലാം നല്ല രീതിയിൽ പോകുന്ന ഒരു സമയമാണ്. അശ്വതി നക്ഷത്രത്തിലുള്ള ആൾക്കാർ പട്ടാളത്തിൽ, പോലീസ്, ജയിൽ വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫറും അതുപോലെ തന്നെ സാമ്പത്തിക ഗുണങ്ങളും വരാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ സൈക്കോളജി, സൈക്കാട്രി എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും മെച്ചപ്പെട്ട ജോലി ലഭിക്കുന്നതിനും, കൂടുതൽ നല്ല വലിയ ആശുപത്രികളിലൊക്കെ ജോലി ലഭിക്കുന്നതിനും അതുമൂലം ശമ്പളം കൂടുതൽ വർദ്ധിക്കുന്നതിനുമുള്ള സാധ്യത കാണുന്നു. അതുപോലെ കുതിര പരിശീലകർക്ക്, കുതിരയെ പരിശീലിപ്പിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയും ശ്രമിച്ചു കഴിഞ്ഞാൽ സാധ്യത കാണുന്നു. അതുപോലെ ബന്ധുക്കളെ സഹായത്തോടെ നിങ്ങൾക്ക് പല സംരംഭങ്ങളും തുടങ്ങുന്നതിന് അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു. വ്യാപാരം നടത്തി ഉപജീവനം നടത്തുന്നവർക്കും ഈ കുംഭമാസം വളരെ നല്ല സമയമാണ്. വളരെ കുറച്ച് ഗുണഫലങ്ങളെ അശ്വതി നക്ഷത്രക്കാർക്ക് ഇപ്പം പറയാനായിട്ട് പ്രവചനത്തിലുള്ളൂ. ഇനി പറയാൻ പോകുന്നത് മോശ ഫലങ്ങളാണ്. സാധാരണ ധാരാളമായി യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം അശ്വതി നക്ഷത്രക്കാർക്ക് കുംഭമാസത്തിലുണ്ടാകാം. എന്നാൽ അത് നമ്മൾ കൃത്യമായിട്ട് നോക്കി ആവശ്യത്തിന് മാത്രം, അത്യാവശ്യത്തിനുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് ദൂരയാത്രയൊക്കെ ചെയ്യുക. ഏതിനിറങ്ങി തിരിച്ചാലും തടസ്സം വന്നേക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. തടസ്സം നീങ്ങാൻ ശ്രീ വിഘ്നവിനാശകരായ മഹാഗണപതി ഭഗവാനെ തേങ്ങ ഉടച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും തടസ്സം മാറിക്കിട്ടുന്നതാണ്. വീട് നിർമ്മാണത്തിലിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക നഷ്ടം വരേണ്ട സാധ്യതയുണ്ട്. കാരണം കൃത്യമായ എസ്റ്റിമേറ്റ് തുകയിൽ ഒരുപക്ഷെ നിർത്താൻ സാധിക്കും നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ. അത് ഓരോ പരിധി കടക്കും തോറും, ഓരോ സ്റ്റെപ്പ് കടക്കും തോറും വീടിൻ്റെ നിർമ്മാണം നിങ്ങൾ ശ്രദ്ധിക്കുക. ഉദ്യോഗസ്ഥരുടെ പ്രൊമോഷൻ തടസ്സപ്പെടാൻ, പ്രൊമോഷൻ കിട്ടും അല്ലെങ്കിൽ നല്ല സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടും എന്നുള്ള പ്രതീക്ഷയിരിക്കുമ്പോൾ പലരും ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാതെ ശത്രുക്കളായിട്ടുള്ളവർ പലതും ഇതിനെ തടസ്സപ്പെടുത്തേണ്ട സാധ്യത കാണുന്നു. നിങ്ങളെ വളരെ ശ്രദ്ധിക്കുക. ശത്രുക്കളെ കൊണ്ട് ഉപദ്രവം വന്നേക്കാം എന്നുള്ളൊരു സാഹചര്യമുണ്ട്. മനസ്സമാധാനം കുറയാം. പ്രാർത്ഥന ഒരു 20 നിമിഷമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ മനപ്രയാസങ്ങളും മറ്റുള്ള കാര്യങ്ങളും മാറുകയും കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യുന്നു. ആരോഗ്യം അത്രയ്ക്ക് തൃപ്തികരമായി കാണുന്നില്ല അശ്വതി നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് ആരോഗ്യം വളരെ ശ്രദ്ധിക്കുക. ബന്ധുക്കൾക്ക് ചില ആപത്തുകൾ വരാൻ പോണതായിട്ട് കാണുന്നു. അതും നിങ്ങൾ മുൻകൂട്ടി ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധിച്ചാൽ മോശഫലങ്ങളെ, ഈ പറഞ്ഞതിലെല്ലാം മോശഫലങ്ങളെയും ഏറെക്കുറെ നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് ഗുണഫലങ്ങളെല്ലാം അനുഭവിക്കേണ്ട ഒരു യോഗവും അശ്വതി നക്ഷത്രക്കാർക്ക് കാണുന്നു. ഇവിടെ ഞാൻ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യതയോടെയുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായി വരുന്നു. നിങ്ങൾക്ക് ഈ കുംഭമാസം എല്ലാവിധ ആയുസ്, ആരോഗ്യ, സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജ്യോതിഷപരമായതോ വാസ്തുപരമായതോ പൂജാപരമായതോ രുദ്രാക്ഷം ധരിക്കുന്നതിനോ രക്തം ധരിക്കുന്നതിനുള്ള സംശയങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. എനിക്കറിയാവുന്ന രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.